അബ്രഹാം തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ മോറിയ മലയിൽ യാഗം കഴിക്കുവാൻ ദൈവം കൽപ്പിക്കുമ്പോൾ അബ്രഹാം അതികാലത്തെ ബന്ധപ്പെടുന്നത് കാണാൻ കഴിയും. ബന്ധപ്പെടുക, അതികാലത്തെ എഴുന്നേറ്റു, പ്രൈസലോ, വിറക് കീറി ബാല്യക്കാരൊക്കെയും ഒരുക്കി കഴുതയ്ക്ക് കോപ്പിട്ടു, എല്ലാം ക്രമത്തിലാക്കി. പ്രൈസലോ തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെയും ആരാധനയ്ക്ക് പോകുവാൻ ഒരുക്കി. പ്രൈസലോ വിറകും തീയും കത്തിയും എടുത്ത് ഒരുമിച്ച് യാത്രയായി. പ്രൈസലോ ഒരുമിച്ച് യാത്രയായി. പ്രൈസലോ നമുക്കറിയാം, യാത്ര ചെയ്ത് മുമ്പോട്ട് പോയി. പ്രൈസലോ ദൂരത്ത് നിന്നുകൊണ്ട് മോറിയ മല കണ്ടു. ബാല്യക്കാരെയും കഴുതയും പ്രിയപ്പെട്ടവരെല്ലാം അവിടെ ആക്കി. അവരോട് പറഞ്ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. താനും തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കും വിറകും തീയും കത്തിയും എടുത്തു. വിറകെടുത്ത് ഇസഹാക്കിൻ്റെ തോളിൽ വച്ചു കൊടുത്തു. ഇരുവരും ഒരുമിച്ച് നടന്നു. 5-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്ന, ഇരുവരും ഒരുമിച്ച് നടന്നു. കണ്ടോ, ഒരുമിച്ച് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവർ പോകുക മുമ്പോട്ട്. ഒരുമിച്ച് നടന്നു. പ്രശ്നമായി മോറിയ മലയിലെത്തി. യാഗപീഠം പണിതു, വിറകടുക്കി. പ്രശ്നം മകനോട് പറഞ്ഞു, നിന്നെ ഹോമയാഗത്തിനു വേണ്ടി ദൈവം എന്നോട് കൽപ്പിച്ചു. മകൻ ഇസഹാക്ക് അപ്പൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൻ ബന്ധപ്പെട്ട കൈയും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തി. വെട്ടുവാൻ കത്തിയെടുത്ത് ഓങ്ങുമ്പോൾ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അപ്സെറ്റായി, ബന്ധപ്പെട്ടത്, കൈ വിറയ്ക്കുന്നുണ്ട്. ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാമിന്റെ കൈയെ നിശ്ചലമാക്കി. സ്വതന്ത്രം നോക്കുമ്പോൾ കുമ്പകാട്ടിൽ ഒരാട്ടിൻകൂട്ടി കുരുങ്ങിക്കിടക്കുകയും അതിനെ പോയി എടുത്തുകൊണ്ട് വന്ന് ഇസഹാക്കിനെ യാഗപീഠത്തിനെ കെട്ടഴിച്ച് എഴുന്നേൽപ്പിച്ചു. പ്രശ്നം ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. ദൂതൻ എന്നോട് പറയുന്നു, നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ബന്ധപ്പെട്ട് ഭയപ്പെട്ട് യാഗം കഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം, സ്തോത്രം. 12-ാം വാക്യം, മടിക്കായക കൊണ്ടും നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ദൈവമക്കളെ, ബന്ധപ്പെട്ട് ചെല്ലുന്ന അബ്രഹാമിൻ്റെ ആരാധനയ്ക്കുള്ള ഹൃദയത്തിലെ വാഞ്ചയും ഹൃദയത്തിലെ താല്പര്യവും ദൈവത്തെ ബഹുമാനിക്കുന്നതും താഴ്മയോടെ ദൈവത്തിന് തൻ്റെ മകനെ കൊടുക്കാൻ മടിക്കായക കൊണ്ട് ദൈവം പറയുന്നു, പ്രൈസലോ, ഞാൻ അറിയുന്നു നിന്നെ. ഇന്ന് പകൽ ആരാധനയ്ക്ക് വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഓരോ ആരാധനയ്ക്ക് വരുമ്പോഴും ദൈവം നിങ്ങളെ അറിയുന്നവരാണ്. ദൈവം നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീടുകളിൽ ഇരിക്കുമ്പോഴും ദൈവം അറിയുന്നവനാണ്. നിങ്ങൾ ജോലി സ്ഥലങ്ങളിലും നിൽക്കുമ്പോഴും ദൈവം നിങ്ങളെ അറിയുന്നവരാണ്. നിങ്ങൾ പ്രൈസല ഏത് മേഖലകളിലും നിങ്ങൾ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്നുവോ, നിങ്ങൾ ആരാധിക്കുന്നുവോ, നിങ്ങൾ മുൻപോട്ട് പോകുന്നുവോ, അവിടെ എല്ലാം ദൈവം നിങ്ങളെ അറിയുന്നവനാണ്. ദൈവം